Unit number 4, rhythms of life. ജീവിതത്തിന്റെ താളങ്ങൾ എന്താണെന്ന് നോക്കാം. I like to be loved and loved by all. Coleridge. We are all social beings. Together, we have to strengthen our society. Mutual love is the force that binds us. But do we really understand the value of true love? Where does a child learn the first lesson of love? Of course, from its mother. Don't you love your mother? Why? ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഐ ലൈക്ക് ടു ബി ലവ്ഡ് ആൻഡ് ലവ്ഡ് ബൈ ഓൾ. എന്നെ എല്ലാവരും സ്നേഹിക്കുന്നതിനും എന്നെ സ്നേഹിക്കാനും സ്നേഹപ്പെടാനും എല്ലാവരാലും സ്നേഹിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. നമ്മളെല്ലാവരും സോഷ്യൽ ബീയിങ് ആണ്, ഒരു സോഷ്യൽ അനിമൽ ആണ്. സോ വി ഹാവ് ടു സ്ട്രെങ്തൻ അവർ സൊസൈറ്റി. നമ്മൾ നമ്മുടെ സൊസൈറ്റിയെ കരുത്തുറ്റതാക്കേണ്ടതുണ്ട്. മ്യൂച്വൽ ലവ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് us. അപ്പം ഒരു എന്താ പറയുക, പരസ്പര സ്നേഹം അതാണ് നമ്മളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത്. ബട്ട് ഡു വി റിയലി അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ട്രൂ ലവ്? പക്ഷെ നമ്മൾ യഥാർത്ഥ സ്നേഹത്തിന്റെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ? വേർ ഡസ് എ ചൈൽഡ് ലേൺ ദ ഫസ്റ്റ് ലെസൺ ഓഫ് ലവ്? എവിടെ നിന്നാണ് ഒരു കുട്ടിയെ സ്നേഹത്തിന്റെ ആദ്യ പാഠം പഠിക്കുന്നത്? ഓഫ് കോഴ്സ് ഫ്രം ഇറ്റ്സ് മദർ. അമ്മയിൽ നിന്ന്. ഡോണ്ട് യു ലവ് യുവർ മദർ? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഇഷ്ടമാണോ? വൈ? എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാ പറയും. ജീവ, എന്തുകൊണ്ടാണ്? നമ്മൾ അമ്മമാരല്ലേ. എന്താടാ, എന്താ ആശൻ? നമ്മളെ ജനിപ്പിച്ചത് തന്നെ നമ്മളെ അമ്മയല്ലേ. ഓക്കെ, സിയാനെ, സിയാൻ കേക്കാമോ? ഇല്ല സാർ, കേട്ടൂടാ. കേട്ടോടെ, എങ്ങനെ പറ, വൈ പറയടാ. പിടുത്തില്ല. പിടുത്തില്ല. Okay, so here is a poem. Enjoy reading it. അപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു പോയം പഠിക്കാനുണ്ട്. നമുക്ക് എന്താണ് എന്നുള്ള കാര്യം നോക്കാം. To my mother, ക്രിസ്റ്റീന റോസേറ്റി. ക്രിസ്റ്റീന റോസേറ്റി എഴുതിയ ടു മൈ മദർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോയം, അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ടുഡേ ഈസ് യുവർ നേറ്റൽ ഡേ. അതായത് അമ്മേ, ഇന്ന് അമ്മയുടെ ജന്മദിനമാണ്. സ്വീറ്റ് ഫ്ലവേഴ്സ് ഐ ബ്രിങ് മദർ, അക്സെപ്റ്റ് ഐ പ്രേ മൈ ഓഫറിംഗ്. അപ്പോ സ്നേഹപ്പൂക്കളാണ് എന്റെ സമ്മാനം. ഞാന് സ്നേഹം കൊണ്ടുള്ള പൂക്കളാണ് ഞാൻ അമ്മയ്ക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. ഞാന് ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ദീർഘായുസിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇപ്പോ അമ്മയെ നമ്മൾ പറയത്തില്ലേ, അമ്മ എല്ലാ സമയത്തും കാണണം എന്നുള്ള ആ ഒരു ഇത്. അപ്പോ അതുപോലെ തന്നെ എത്രയും സ്നേഹം നിറഞ്ഞ വാക്കുകളിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ അമ്മയെ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലെ, അമ്മയുടെ ആ ഒരു ജന്മദിനത്തെ ആഘോഷമാക്കുകയാണ് ഇവിടെ നമ്മുടെ കവി. And may you happy live and long as bless, receiving as you give great happiness. അപ്പോ ഇവിടെ പറയുന്നത് അമ്മയുടെ ദീർഘായുസ്സിനും സന്തോഷത്തിനും വേണ്ടിയാണ് എന്റെ പ്രാർത്ഥന. പകരം അമ്മയുടെ വലിയ സ്നേഹവും സന്തോഷവും എനിക്ക് നൽകിയാലും. എനിക്ക് എന്ന് പറയുന്നത് ഈ റിസീവിങ് ആസ് യു ഗീവ് ഗ്രേറ്റ് ഹാപ്പിനെസ്, അതായത് എനിക്ക് അമ്മയുടെ ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ ആ ഒരു പരിചരണവും സ്നേഹവും എല്ലാം എനിക്ക് നൽകിയാലും. ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു ദീർഘായുസിന് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, അമ്മയുടെ ഈ ഒരു ബർത്ത്ഡേ നാറ്റൽ ഡേ, ഈ ഒരു ജന്മദിനത്തില് എന്റെ സ്നേഹ സമ്മാനമായ അല്ലെങ്കിൽ ജന്മദിന സമ്മാനമായ പൂക്കൾ, സ്വീറ്റ് ഫ്ലവേഴ്സ്, സ്നേഹം നിറഞ്ഞ
ഒരു പൂക്കൾ ഞാൻ അമ്മയ്ക്ക് നൽകുന്നു, അത് അക്സെപ്റ്റ് ചെയ്താലും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് കവിത. ഏറ്റവും കുഞ്ഞ് ഒരു 8 വരി മാത്രമുള്ള ഒരു കവിതയാണ് ഇതിൽ ഉള്ളത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതിൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇവിടെ ബാക്കിയുള്ള എല്ലാരും വീഡിയോ ഓൺ ആയിക്കേ. നിനക്ക് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തവരെല്ലാം ഞാൻ റിമൂവ് ചെയ്യേ. വീഡിയോ ഓൺ ആക്കാത്തവരെ ഞാൻ റിമൂവ് ചെയ്യും. പ്രത്യേകിച്ചും ആദിത്യ, ദിലീപ്, സിയാൻ ഞാൻ നിന്നെ ഇപ്പൊ റിമൂവ് ചെയ്യും. വരേക്ക് നീ വീഡിയോ ഓൺ ആക്ക്. നീ ഇനി വീഡിയോ ഓഫ് ചെയ്യരുത്. ഡിഡ് യു എൻജോയ് റീഡിങ് ദീസ് ലൈൻസ്? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഈ ഒരു കവിത ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അല്ലെ വായിച്ചപ്പോ നിങ്ങൾക്ക് ആ ഒരു ആസ്വാദനം തോന്നിയത് എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് മദർ. ഇപ്പൊ അമ്മയെ കുറിച്ചാണ് പറയുന്നത്, അമ്മയെ കുറിച്ചുള്ള നല്ല വാക്കുകളാണ് പറയുന്നത്. അപ്പൊ അത് ആർക്കായാലും അതൊരു സന്തോഷം തന്നെയാണ്. വാട്ട് ഈസ് എ ചൈൽഡ്സ് ഓഫറിംഗ് ടു ദ മദർ? ഈ അമ്മയ്ക്ക് കുഞ്ഞിന്റെ അത് എന്താ പറയുന്നത്, കുഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് എന്താ? സ്വീറ്റ് ഫ്ലവേഴ്സ്. സ്വീറ്റ് ഫ്ലവേഴ്സ് along with that പ്രേയേഴ്സും കൊടുക്കുന്നുണ്ട്. What does the child get from the mother? എന്താണ് അമ്മയിൽ നിന്നും ചൈൽഡിന് കിട്ടുന്നത്? Lots of love. എന്താടാ കേട്ടില്ല? Lots of love. Lots of love. Yeah, love, happiness and blessing. Food. അതെ, നിനക്ക് ആഹാരം വെച്ച് തരുന്നില്ലേ? എന്നിട്ട് നിന്റെ അമ്മ ഫുഡ് വെക്കാൻ പോകുമ്പോഴത്തേക്കും നീ അവിടെ ഇരുന്ന് മൊബൈലിൽ ഗെയിം കളിക്കണം. ഇല്ല ഇരിക്കുന്ന കണ്ടില്ലേ? കള്ളത്ര. ഓക്കെ. Christina Rossetti lived from 1830 to 1894. Is the best known for her ballads and religious poems. To My Mother is Rossetti's first poem written when she was 11 years old. അപ്പോ നമ്മുടെ കവയത്രി 6ാം ക്ലാസ്സിൽ ഇരുന്നപ്പോഴാ സാർ? അതെ, 6ാം ക്ലാസ്. അതായത് നിങ്ങളുടെ ആ ഒരു പ്രായം എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രായത്തിൽ എഴുതിയ ഒരു കവിതയാണ് നമ്മുടെ ഈ ഒരു കവിത എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കവിതകൾ, അമ്മയെ പറ്റിയുള്ള കവിതകൾ നിങ്ങളുടെ അടുത്ത് കളക്ട് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ അടുത്ത് നമ്മുടെ ആക്ടിവിറ്റി അല്ല, ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ. The saying God could not be everywhere, so he created mothers shows the significant role of the mother in our lives. You may feel like writing something about your mother. Attempt this. അപ്പോ നിങ്ങളുടെ അമ്മയെ കുറിച്ച് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായം, അല്ല അഭിപ്രായം ഒന്നല്ല, നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത്, ദൈവം എല്ലായിടത്തും ഉണ്ടായിരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്നു. അപ്പോ ദൈവത്തിന് തുല്യം. ഇപ്പൊ മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പറയും. അതിൽ ഏറ്റവും ആദ്യത്തെ ആള് പറയുന്നത് മാതാവ്, അമ്മ. അപ്പൊ അതാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കുറിച്ച് എഴുതാനുള്ളത് ഒരു കുറച്ച് സെന്റൻസുകളിൽ എഴുതാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കുറിച്ച് എഴുതാം. ഇത് ചിലപ്പോൾ അവസാനത്തെ എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. കാര്യം സ്വന്തമായിട്ട് എഴുതേണ്ടതായത്. Here are a few greeting cards. Have a look at them. What are the features that you notice in this card? അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് നോക്കാം. ഇതില് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഹാപ്പിയെ പറ്റിയുള്ള കാര്യങ്ങൾ. ഹാപ്പി ആണോ? പ്രധാനപ്പെട്ട കാര്യം എന്താ? ഹാപ്പി, ഈ ബർത്ത്ഡേ, റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഫ്രണ്ട്ഷിപ്പ്, ബർത്ത്ഡേ, ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ബെസ്റ്റ്.
അപ്പോൾ ഇതേപോലത്തെ കാർഡുകൾ ആണ് ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാർഡുകൾ ഇവിടെ ഉണ്ട്. സോ now prepare a thank you card for your mother to be given on Mother's Day or on her birthday. അപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു താങ്ക് യു കാർഡ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോ ഒരു താങ്ക് യു കാർഡ് കൊടുക്കണം. എങ്ങനെ ഉണ്ടാക്കും? By the way, എന്നാ മദേഴ്സ് ഡേ? മാർച്ച് 8. എത്ര? മാർച്ച് 8 അല്ലേ? കേട്ടോ കണ്ടോടാ. അല്ലേ? സെക്കൻഡ് സൺഡേ ഓഫ് മെയ് ആണ് മദേഴ്സ് ഡേ. സെക്കൻഡ് സൺഡേ ഓഫ് മെയ്, അതായത് എനിക്ക് ഈ വർഷം മെയ് 9th ആയിരുന്നു. വീഡിയോ ആണ് എല്ലാരും വീഡിയോ. എന്താടാ? മെയ് 8 അല്ലേ? മെയ് 8 സെക്കൻഡ് സൺഡേ ഓഫ് മെയ് എന്നാണ് എന്റെ ഓർമ്മ. എന്താടാ? സൺഡേ തന്നെ സാർ. മെയ് 9 ആണ്. മെയ് 9th ആണോ? ഓ. Okay, how do you prepare a thank you card? Make use of these hints. Simple and expressive language, appeal, layout, pictures, creativity. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു കാർഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും? എങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഒരു കാർഡ്? എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഇവിടെ എങ്ങനെ ഒരു കാർഡ് ഉണ്ടാക്കുന്നു പറയാം. അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്യും ജീവ. ഞാൻ ആലോചിക്കുന്നത്. എന്താടാ? ഒരു കാർഡ് തയ്യാറാക്കാനല്ലേ? ഒരു കാർഡ് തയ്യാറാക്കാം. താങ്ക് യു, ഇത് താങ്ക് യു എന്ന് പറയാൻ വേണ്ടി സെന്റൻസസ്, പിന്നെ ഡെക്കറേഷൻ. എന്താടാ? നല്ല നല്ല കാര്യങ്ങൾ എഴുതണം. ഓക്കെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതണം. അമ്മയെ കുറിച്ചുള്ള അനുഭവങ്ങൾ എഴുതാം. അങ്ങനെ ഒരു കാർഡ് നിങ്ങൾക്ക് തയ്യാറാക്കാം. അവൻ ചിലപ്പോ എന്തെങ്കിലും ഇതില് ചിലപ്പോ വല്ല താങ്ക് യു കാർഡെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ചോദിക്കും. ചെയ്യാനേ വീഡിയോ ഓണാക്ക്. ബാക്കിയുള്ള എല്ലാരും വീഡിയോ ഓണാക്കിക്കേ. SP ഇനി നീ വീഡിയോ ഓഫ് ചെയ്താ നീ പിന്നെ ക്ലാസ്സിൽ കയറും. ഞാൻ ഇത് ഉറപ്പിച്ചു പറയും. ഇനി ക്ലാസ് ഇനി നീ വീഡിയോ ഓഫ് ചെയ്തോ നീ ക്ലാസ്സിൽ കയറില്ല. രണ്ട് സൂര്യ ഉണ്ടല്ലോ. അതൊക്കെ എനിക്ക് നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് രണ്ടിലും അല്ലല്ല സാർ, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സൂര്യ, ഒന്ന് സൂര്യ. Every year we celebrate September 5th as Teachers Day. Prepare thank you card for your teachers. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചറിന് ഒരു എന്താ പറയുന്ന ഒരു ടീച്ചേഴ്സ് ഡേയുടെ അന്ന് ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതും നിങ്ങൾക്ക് ചെയ്യും. അത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്റർ. നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോയാലോ? പോവാം. We love our parents very much, don't we? Yes. Is it not our duty to love all mothers? ഇത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ? എല്ലാ അമ്മമാരെയും സ്നേഹിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ? Here is a poem which tells us about a boy's kindness and care for a knowledge. അപ്പൊ ഇവിടെ ഒരു പോയം ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു പയ്യന്റെ ഏറ്റവും നിഷ്കളങ്കമായ ഒരു മനസ്സ്, അതുപോലെ തന്നെ ഒരു വയസ്സായ സ്ത്രീയെ അല്ലെ വയസ്സായ ഒരു അമ്മയെ സഹായിക്കുന്ന ഒരു കെയർ കൊടുക്കുന്ന രീതി ഒരു പയ്യന്. അപ്പൊ അതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കവിതയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംബഡീസ് മദർ.
ആരുടെയോ ഉമ്മ. The woman was old and ragged and grey and bent with the chill of the winter's day. അതായത് ആ അമ്മ ഭയങ്കരമായിട്ട് വയസ്സായ ഒരു അമ്മയാണ്. റാഗ്, അതായത് കീറിയ വസ്ത്രങ്ങളും നരച്ച മുടിയും എല്ലാം ഉള്ള ഒരു അമ്മ. ഇങ്ങനെ കൂലി പിടിച്ച് bent with chill of the winter's day. അപ്പോ ആ ഒരു തണുത്ത ആ ഒരു സമയത്ത് ഈ തണുത്ത കാലത്ത്, തണുപ്പുള്ള കാലത്ത് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു വിന്ററില് ഇങ്ങനെ കൂരി പിടിച്ച് നടക്കുകയാണ്. The street was wet with the recent snow and the woman's feet were aged and stiff. അപ്പോ ആ സമയത്ത് ആ സ്ട്രീറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞു കിടക്കുക. എങ്ങനെയാ? ആ സ്ട്രീറ്റ് ഫുള്ളായിട്ട് ഈ മഞ്ഞാൽ നനഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ആൻഡ് ദ വുമൺസ് ഫീറ്റ് വെയർ ഏജ്ഡ് ആൻഡ് സ്ലോ. പക്ഷെ ആ അമ്മയുടെ ആ ഒരു വയസ്സ്, കാര്യം നല്ല പ്രായമുള്ള ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ നടക്കാൻ പറ്റുന്നില്ല, അല്ലെ കാലുകളൊന്നും നേരെ പോകുന്നില്ല, നേരെ നടക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നടക്കുന്നു. She stood at the crossing and waited long alone, uncared for amid the throng. അപ്പൊ ത്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കൂട്ടം. അപ്പൊ ഈ ഒരു ആൾക്കൂട്ടത്തില് ഇങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനാ? ഇത് ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ആരും ശ്രദ്ധിക്കാതെ ആ ഒരു ആൾക്കൂട്ടത്തില്, ആ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക്, അമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇടയ്ക്ക്, ആ ഒരു ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. Of human beings who passed her by, nor heeded the place of her anxious eye. Heed എന്ന് വെച്ച് ശ്രദ്ധിക്കുക. അപ്പോ ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ അടുത്തൂടെ കടന്നു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്തൂടെ അവിടുന്ന് പാസ് ചെയ്യുന്നവരുണ്ട്. ഇവരാരും തന്നെ അവരെ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കാതെ തന്നെ പോവുകയാണ്. Down the street with laughter and shout, glad in the freedom of school let out. അപ്പോ അവിടെ സ്ട്രീറ്റിൽ നോക്കിയപ്പോൾ അവിടെ സ്കൂള് വിട്ടു വരുന്ന കുട്ടികളുടെ ആ ഒരു ഉല്ലാസ ശബ്ദവും എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കുട്ടികൾ ഉല്ലാസത്തോടെ ചിരിച്ച് കളിച്ച് വരുന്നതും, അല്ലെങ്കിൽ അവർക്ക് സ്കൂള് വിട്ടു വരുമ്പോൾ ഉള്ളൊരു ആവേശം നമുക്കറിയാലോ, അതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം സ്കൂള് വിട്ടു വരുന്ന ആ ഒരു ആവേശത്തില് ഇങ്ങനെ നിൽക്കുകയാണ്. Came the boys like a flock of sheep, hailing the snow piled white and deep. അതായത് നമ്മുടെ ഇവിടെ ഈ ഒരു മഞ്ഞിനെ എല്ലാം വരവേറ്റുകൊണ്ട് ഈ ഒരു ഹെയിലിംഗ് ദ സ്നോ. ഹെയിലിംഗ് മീൻസ് ഈ ആലിപ്പഴം വീഴുക. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ഈ ആലിപ്പഴം വീഴുന്നത്? ഇല്ല സാർ. പാട്ട് കേട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആലിപ്പഴം വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഹൈദരാബാദ് ഉണ്ടായിരുന്നപ്പോഴ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്? ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ, അത് ആ പക്ഷെ ഇത് ആ കുഞ്ഞു കുഞ്ഞു ഐസ് ക്യൂബ്സ് അതാണ് വന്ന് വീഴുന്നത്. ആ അതെ 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 അതെ, പഠിക്കാനുണ്ട് ഒരു പാഠം. ജീവിതം ഓർമ്മയുണ്ട ഒരു ഫാർമറിന്റെ പോയി ഒരു ചരിത്രം നമുക്ക് തീർത്തിട്ട് നമുക്ക് അത് പറയാമെങ്കിൽ അതായിരിക്കും. ഓക്കെ, അപ്പോ അവിടെ ഈ ആലിപ്പഴം പറക്കാനും എല്ലാത്തിനും ആ ഒരു മഞ്ഞായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം കൂടെ കുട്ടികളെല്ലാം കൂടെ ഇങ്ങനെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, അതായത് നമ്മുടെ ഈ ആട്ടുംകൂട്ടം ഇങ്ങനെ ഓടി വരത്തില്ലേ, അതുപോലെ ഒരുമിച്ച് കൂടി. അപ്പൊ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ, സ്കൂൾ വിട്ട് വരുമ്പോ എല്ലാം കൂടെ എങ്ങനെ ഓടുവന്ന്. അപ്പൊ ആ ഒരു ഓട്ടത്തില് ഇങ്ങനെ വരികയാണ്. Past the woman so old and grey has sent the children on their way. അപ്പോ അവര് ഈ ഒരു അവര് ഈ അമ്മുമ്മയൊക്കെ പാസ് ചെയ്ത് അവരിങ്ങനെ പോവുകയാണ്. Nor offered a helping hand to her, so meek, so timid, afraid to step. അപ്പോ ഈ മീക്ക് എന്ന് പറയുന്നത് ശാന്ത സ്വഭാവം.
അപ്പൊ ശാന്തം ജെന്റിൽ ആയിട്ട്. ടിമിഡ് എന്ന് പറയുന്നത് ഒരു ഷൈ. അപ്പൊ ആരും അവർക്ക് ഒരു അത് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അമ്മയെ ആരും സഹായിക്കാന്ന് പറഞ്ഞ് ആരും ഒന്നും മുന്നോട്ട് വരുന്നില്ല. അവരല്ല എങ്കിൽ അവരെ ഒന്ന് സഹായിക്കാം, അല്ലെ അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിനും ആരും അവിടെ വരുന്നില്ല. Lest the carriage wheels or the horse's feet should crowd her down in the slippery street. അപ്പോ ഇവിടെ ഈ ഒരു ഓട്ടത്തില് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാര് ഇപ്പൊ ഈ കുട്ടികളെല്ലാം കൂടെ ഇങ്ങനെ ഓടുകയാണ്, ഈ ഭയങ്കര തിരക്കാണ്, ഇതിലെല്ലാം തന്നെ പിന്നെ പ്രത്യേകിച്ച് ഒരു സ്ലിപ്പറി സ്ട്രീറ്റിലൂടെയാണ്. കാരണം മഞ്ഞുകൊണ്ട് നല്ല നനഞ്ഞ് ആ ഒരു ഇതിലേക്ക് കിടക്കുകയാണ്. അപ്പോ അവർക്ക് വേണമെങ്കിൽ അവരെ ഇങ്ങനെ അവർക്ക് വന്ന് വീഴാം, അല്ല എങ്കിൽ ഇങ്ങനെ എന്തു പറയാം, അവരെ വേണമെങ്കിൽ ചവിട്ടി മതിച്ചുകൊണ്ടൊക്കെ പോവാം. കാര്യം അവർക്കൊന്നും ആരോഗ്യമില്ല. അപ്പൊ ഈ ഒരു ഇതിലെല്ലാം ഈ ഒരു അവസ്ഥയിൽ കംപ്ലീറ്റ് ആയിട്ട് അവൻ ടോട്ടലി എന്താ പറയാ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പൊ ആ ഒരു അവസ്ഥയില് ഇങ്ങനെ അവരവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇത്രയും ക്രൗഡും ഇത്രയും ഇങ്ങനെ ഈ ഒരു സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാം വിട്ടു വരുന്നുണ്ട്, അവരാരും സഹായിക്കാനില്ല. ആ ഒരു ഇതില് at last came one of the merry troop, the gayest lord of all the group. അപ്പോ അതില് അവസാനം ആ ഒരു മെറി ട്രൂപ്പ്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിന്റെ ആ ഒരു ഗ്രൂപ്പ്, അതായത് സ്കൂളിൽ നിന്നും വിട്ടുവരുന്ന ആ ഒരു കുട്ടികളെ പറയുന്നത്, ആ ഒരു കുട്ടികളിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. ഒരു പയ്യൻ ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ച് അവനിങ്ങനെ വരികയാണ്. ഗേസ്റ്റ് മീൻസ് ഹാപ്പിയസ്റ്റ്, സന്തോഷവാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. He paused beside her and whispered low, I will help you across if you wish to go. അപ്പൊ അതിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ട് അവരുടെ അടുത്ത്, ആ അമ്മയുടെ അടുത്ത് അവിടെ നിന്നു. എന്നിട്ട് പതുക്കെ അവരോട് പറഞ്ഞു, I will help you across. ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. Her aged hand on her strong young arm, she pleased and so without hurt or harm. അപ്പൊ അവരെന്ത് ചെയ്തു? അവന്റെ കൈ പിടിച്ചല്ലേ നടത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു സ്ട്രോങ് ഹാൻഡ്സിൽ അവരുടെ ആ ഒരു കൈ കൊടുക്കുകയാണ്. അവരുടെ കൈ അവനിലേക്ക് നീട്ടുകയാണ്. ഓക്കെ, എന്നെ സഹായിക്കണം എന്ന് പറയുകയാണ്. He guided her trembling feet along, proud that his own were firm and strong. അവര് എന്നിട്ട് നടക്കുക എങ്ങനെയാ? അവന്റെ ആ ഒരു ഗൈഡൻസില്, അല്ലെങ്കിൽ അവന്റെ ആ ഒരു ഒരു അപകടവും കൂടാതെ, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ അവരവരെ നടത്തിച്ച്, അല്ലെങ്കിൽ ആ വയ്യാതെ നിന്ന ആ ഒരു അമ്മയെ അവന്റെ ആ ഒരു ഹെൽപ്പോട് കൂടെ ഇങ്ങനെ നടത്തിക്കുകയാണ്. Then back again to his friends he went, his young heart happy and well content. അപ്പോ അവിടെ നിന്ന് ക്രോസ് ചെയ്യിച്ചു, അവരെ സഹായിച്ചു. എന്നിട്ട് അവൻ തിരിച്ച് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ജോയിൻ ചെയ്തു. His young heart happy and well content. എന്നിട്ട് അവനത് സന്തോഷമായി. എന്തുകൊണ്ടാ? ഇപ്പൊ അവനോട് സഹായിക്കാൻ പറ്റി, അതുകൊണ്ട് തന്നെ അവന് സന്തോഷമായി. She is somebody's mother, boys, you know, for all she is old and poor and small. അവർ ആരുടെയോ അമ്മയാണ്. ഇവന്റെ സ്വന്തം അമ്മയല്ല, അല്ലെങ്കിൽ അമ്മുമ്മയല്ല, ആരുമല്ല, ഇവന്റെ സ്വന്തമല്ല. പക്ഷെ അവൻ ആരുടെയോ അമ്മയാണ്. അവരൊരു വയസ്സായ ആളാ, പാവപ്പെട്ട ആ കീറിയ വസ്ത്രങ്ങളും എല്ലാം ഇട്ടുകൊണ്ടാ നടക്കുന്നത്. അത് മാത്രമല്ല, അവര് നല്ല സ്ലോ, അതായത് നടക്കാൻ വയ്യാതെ ഒക്കെയാണ്. And I hope some fellow will lend a hand to help my mother, you understand. അപ്പോ അവരിവിടെ പറയാണ്, ഇത് ആരുടെയോ അമ്മയാണ്, പക്ഷെ ഒരു ദിവസം എന്റെ അമ്മയെയും, ഇവിടെ നമ്മുടെ കവി പറയുകയാണ്, എന്റെ അമ്മയെയും ഇതേപോലെ ആരെങ്കിലും സഹായിക്കും. അതായത് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ, ഇത്തരത്തിലൊരു അവസ്ഥ വരികയാണെങ്കിൽ
എന്റെ അമ്മയെയും ആരെങ്കിലും ഒന്ന് സഹായിക്കും. If ever so poor and old and grey, when her own dear voice is far away. സ്വന്തം മക്കൾ അകലെയാണെങ്കിൽ പോലും, ഇപ്പോ അവര് അടുത്തില്ല എങ്കിൽ പോലും ആരെങ്കിലും ഒരാൾ ആവശ്യത്തിന് ഇങ്ങനെ സഹായിക്കും. നമുക്കിവിടെ ഇപ്പൊ പല നമ്മുടെ സമൂഹത്തിൽ തന്നെ പല ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട്. ഇതേപോലെ അച്ഛനെയും അമ്മയെയൊക്കെ ആരും നോക്കാനില്ല. അപ്പോ അവർ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ ആരെങ്കിലും ഒരാൾ സ്നേഹത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ ഒന്ന് സഹായിക്കാനും ആരെങ്കിലും ഉണ്ടാവും. And somebody's mother bowed low her head in her home at night at the prayer she said. അപ്പോ ഈ അമ്മ ഈ ഇതുപോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കും. എന്നിട്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അവരെന്തായിരിക്കും ചെയ്യുക? അവര് രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവനെയും ഓർക്കും. അല്ലെങ്കിൽ ഈ ഒരു ആരാണ് സഹായിക്കുന്നത് അവരെയും ഓർക്കും. She said was, God be kind to the noble boy who is somebody's son and pride and joy. അതായത് അവരവസാനം രാത്രിയിൽ ആ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന് വേണ്ടിയിട്ട് പൈസ കൊടുക്കാനില്ല, പണം കൊടുക്കാനില്ല, അല്ലെങ്കിൽ അവനെ വളർത്താനോ അല്ലെങ്കിൽ അവനെ ആരാണ് ചോദിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കാം. പക്ഷേ ആരായാലും അന്ന് രാത്രി അവർ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രെയർ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ ഓർക്കും, ഇങ്ങനെ ഒരു നല്ലൊരു പയ്യൻ, എന്നെ ആരുടെയോ ഒരു മകൻ എന്നെ സഹായിച്ചു, അല്ല എങ്കിൽ എന്നെ ഈ ഒരു ആപത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ ഞാൻ പതറി നിന്ന സമയത്ത് എന്നെ സഹായിച്ചു. അപ്പോ ആ അമ്മ അല്ലെങ്കിൽ ആ അമ്മ എന്താ പറയാ തല കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്താ പറയാ, നമുക്ക് അതൊരു അനുഗ്രഹം എന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ അതുപോലെ അപ്പോ ആ രീതിയില് ഇപ്പോ മറ്റൊരു അമ്മ ആയാൽ പോലും ആരായാൽ പോലും അവരുടെ ആ ഒരു സഹായ ഹസ്തം നീട്ടാനായിട്ട് തോന്നിയ ആ പയ്യനെ കുറിച്ച് അവർ പ്രാർത്ഥനയിൽ ഓർക്കും. അതാണ് ഈ ഒരു കവിത. ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവർ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അതാണ് ഈ ഒരു കവിത കൊണ്ട് പറയുന്നത്. മനസ്സിലായോ? SP നിനക്കല്ലോ മനസ്സിലായോടെ? SP വല്ലോ മനസ്സിലായോ? എന്താ മനസ്സിലാവാത്തെ? എന്റെ ഡൗട്ട് ഉണ്ടേ ചോദിച്ചു. നീ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് ഒന്നാമത്തെ സത്യം. ഓക്കെ, അടുത്ത ഇതില് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളത് ചോദിക്കും. എഴുതിയത് മാരി ഡോ ബ്രിൻ അല്ലേ? മേരി ഡോ ബ്രൈൻ. അയാള് ജീവിച്ചിരുന്ന വർഷം സാർ കണ്ടായിരുന്ന? 1860 to 1930. ഒരു 3 വർഷം കൂടി ജീവിക്കാറില്ലായിരുന്നു. ഒരു സ്ത്രീയാണ് കേട്ടോ, സ്ത്രീയാ, പുരുഷനല്ല, സ്ത്രീ. Okay, she was an American poet and lyricist. The poem is included in the collection The Best Loved Poems of the American People. അമേരിക്കൻ പീപ്പിളിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പോയംസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു കവിതയാണ് നമ്മളിപ്പോ ഈ പഠിച്ചത്. അപ്പോ അവര് 97 വയസ്സ് വരെ അവർ ജീവിച്ചു. 97 വർഷം ജീവിച്ചു. സെഞ്ചുറി അടിച്ചു. ഒരു 3 വർഷം കൂടി ജീവിക്കാറില്ലായിരുന്നു. അതെ, സെഞ്ചുറി അടിക്കായിരുന്നു. ഇടയ്ക്ക് വെച്ച് റണ്ണാട്ടായി പാവം. അല്ലടാ, ക്ലീൻ ബോൾഡാ. സാർ ഇന്നാള് മറ്റേ ഫ്ലവേഴ്സില് ഒരു മൂപ്പനാണ് ഈ വന്നത് കണ്ടായിരുന്ന സാറ്? ഏതാടാ? What was the woman's condition? Pick out the words in support of your answer. എന്തായിരുന്നു ആ വുമന്റെ ആ ഒരു കണ്ടീഷൻ? എന്തായിരുന്നു അവരുടെ അവസ്ഥ? എന്തായിരുന്നു? ആദ്യത്തെ SP വീഡിയോ ഓഫ് ആക്കി ഞാൻ റിമൂവ് ചെയ്യുന്നു പറഞ്ഞു.
സിയാൻ. ഓക്കെ, എന്തായിരുന്നു അവരുടെ കണ്ടീഷൻ പറഞ്ഞേ? One was old and ragged and grey. And poor. She was very weak. What did she want to do? Why did she find it difficult? എന്താണ് അവർക്ക് ചെയ്യേണ്ടിയിരുന്നത്? എന്തുകൊണ്ടായിരിക്കും അവർക്ക് അത് പ്രയാസമായിട്ട് തോന്നിയത്? You across the road. Across the road. To cross, across the road. Okay. Cross the road. So why she felt difficult? എന്തുകൊണ്ട് അവർക്ക് അത് പ്രയാസമായിട്ട് തോന്നി? Because of the crowd. Because she Crowd. aged, so she cannot And road was wet. Due to snow. Snow കാരണം റോഡ് വെറ്റായിരുന്നു. അപ്പോൾ അവർക്ക് നടക്കുമ്പോൾ വീഴുമെന്നുള്ള പേടി. How did the passers by behave? Why were the boys? How did the passers by behave? അപ്പോ ഈ കടന്നു പോയവർ എങ്ങനെയാണ് പെരുമാറിയത്? എങ്ങനെ പെരുമാറിയത്? nor heeded. No, okay. So the passers, like the passers by did not care about this old man. അപ്പോ അതില് why were the boys merry? ബാലന്മാർ എന്തുകൊണ്ടായിരുന്നു സന്തോഷവാന്മാരായിരുന്നത്? എന്തുകൊണ്ടാ? Hailing the stones, ഈ സ്റ്റോണിന്റെ സ്നോയുടേതായോണ്ട്. അല്ല, അതാണ്. പക്ഷെ പ്രധാനമായിട്ട് എന്താ കാരണം? സ്കൂള് വിട്ട് വരുന്ന അപ്പോ they got freedom. അപ്പോ എന്താ പറയുക, സ്കൂള് വിട്ട് വരുന്ന വഴിയാ. After like they were enjoying the climate after boring lectures. നോക്കുകയാണെങ്കിൽ പറയാം. Why was the old woman afraid to cross the street? എന്തുകൊണ്ടാണ് ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്യാനായിട്ട് ആ വൃദ്ധ സ്ത്രീ പേടിച്ച് നിന്നത്? എന്തുകൊണ്ടാ? Because of the slippery street. Right. And അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. The wheels of the old woman feared that the wheels of carriages or feet of horse would crowd her down in slippery street. അപ്പോ ഇങ്ങനെ വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടെ അവരെ വേണമെങ്കിൽ ചതച്ചരച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പേടിച്ച് നിന്ന് പോയത്. What did the boy do to help her? എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ആ ബോയ് ചെയ്തത്? എന്താ ചെയ്തത്? The boy helped the woman to across the road. To cross the road. Without any hurt or harm. അപ്പൊ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ അപ്പുറത്ത് എത്തിച്ചു. What was the boy proud of? Why? എന്തുകൊണ്ടാണ്, എന്തിനെ കുറിച്ചാണ് ആ ബോയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നിയത്? എന്തുകൊണ്ട്? എന്തിനെ കുറിച്ച് ആ ബോയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നിയത്? എന്തിനെ കുറിച്ചായിരിക്കും? എടാ, എന്തായാലും അവരെ ക്രോസ് ചെയ്യിച്ചില്ലേ? അവരെ ക്രോസ് ചെയ്യിച്ചിട്ട് വേറെ ആരും ചെയ്യാതിരുന്നപ്പോ അവൻ വന്ന് ചെയ്തു. അപ്പൊ അതവനൊരു അഭിമാനമല്ലേ? നമുക്ക് അവിടെ ഇത് പറയുന്നുണ്ട്. ഇവിടെ Then back again to his friends, he went his young heart happy and well content. അതായത് അവന് അഭിമാനത്തോടെ, അവന് അഭിമാനത്തോടെ ഭയങ്കര സന്തോഷത്തോടെയാണ് അവന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് ചേർന്നത് എന്ന് പറയുന്നു. അപ്പൊ അത് തന്നെയാണ്. ബിക്കോസ് ആരും സഹായിക്കാനില്ലായിരുന്ന സമയത്ത് അവനവിടെ ഉണ്ടായിരുന്നു. He could cross the road without any hurt or harm. He could make her cross the road without any hurt or harm. അപ്പൊ അവരെ ക്രോസ് ചെയ്യിക്കാൻ പറ്റി, ഒരു പ്രശ്നവും കൂടാതെ. How did he explain his deed? അവൻ എങ്ങനെയാണ് തന്റെ പ്രവൃത്തിയെ വിശദീകരിച്ചത്?
അതായത് നമ്മുടെ കവി കവി എങ്ങനെയാണ് ആ ഒരു പ്രവൃത്തിയെ വിശദീകരിച്ചത്? നല്ല ഒരു സന്മനസ് കാണിച്ചു. സന്മനസ് കാണിച്ചു. ആൻഡ് പക്ഷെ കവി എന്നിവിടെ പറയുന്നത് ആ ഒരു ബോയ് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് ചിന്തിച്ചത്, അല്ലെങ്കിൽ കവി എങ്ങനെയാണ് ഇതിനെ കുറിച്ച് ചിന്തിച്ചത്? Someday someone will help his mother too. പിന്നീട് ഒരിക്കൽ ആരെങ്കിലും അവന്റെ അമ്മയെ സഹായിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടാവും. ഈവൻ ഇഫ് the children are far away. അതായത് കുട്ടികൾ ആരെങ്കിലും പുറത്തായാൽ, അല്ലെങ്കിൽ ഇത് അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ഇല്ല എങ്കിൽ തന്നെയും ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാവും. What did the old woman say that time? എന്തായിരുന്നു ആ അമ്മ രാത്രി പ്രാർത്ഥിച്ചത്? God be kind to the noble boy. ബാക്കി അത്രയും ഓക്കെ. God be noble boy, right. അത്രേ. അപ്പോ ഇത് എന്താ പറയുന്നത്, ആ അമ്മയുടെ ആ ഒരു പ്രാർത്ഥനയാണ് അവിടെ പറയുന്നത്. God be kind to the noble. അപ്പൊ അത്രയാണ് ഇതിനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഞാൻ അയക്കാം. ഇനി അതിനെന്താ ഡൗട്ട് ഉണ്ടോ? ഇതിൽ അങ്ങനെ ഡൗട്ട് ഇല്ല എനിക്ക്. നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത് കവിത ഒന്ന് വായിക്കുക, കവിത ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. Read the poem once again and answer the following questions. Identify from the poem the lines or expressions that suggest the following. അപ്പോ ഈ ഒരു കവിത വായിച്ചതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഇത് വായിച്ചതിന് ശേഷം ഇത് നമ്മുടെ ഈ കവിതയില് അതിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. The woman was very weak. അതെവിടെയാ പറയുന്നേ? ആദ്യത്തെ The woman was old and bent with the chill of the winter's day. അത് മാർക്ക് ചെയ്തോളണേ, ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തോളണേ. ആ സെന്റൻസ് ഒന്നും പറയൂ. അത് സെക്കൻഡ് ലൈനാടാ, രണ്ടാമത്തെ വരി. അതായത് ഫസ്റ്റത്തെ വരിയാണ് the woman was old and ragged and grey and bent with the chill of the winter's day. ആ രണ്ട് വരി. അടുത്ത the attitude of the people, ആളുകളുടെ ആറ്റിറ്റ്യൂഡ്. nor heeded the glance of her anxious eyes. അടുത്ത് the boy as a contrast to the other boys. അപ്പൊ മറ്റു ബോയിൽ അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, ഈ ബോയ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നത് എവിടെ, എങ്ങനെ? At last came one of the merry troop, the gayest lad of all the group. All the group, right. ജീവ വല്ലതും പിടികിട്ടുന്നുണ്ടോ? സാർ ഇതിന്റെ ഇടയ്ക്ക് ഇതിലൊരു കോള് വന്നു, അതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. The noble character of the boy, അതെവിടെ പറയുന്നത്? The noble character, ആ പയ്യന്റെ ആ ഒരു എന്താ പറയുന്ന നല്ലൊരു സ്വഭാവം. എവിടെ പറയാൻ പറ്റും? രണ്ടാമത്തെ പേജിൽ ആറാമത്തെ ഇത് പറയാൻ പറ്റുമോ? വായിച്ചേ. ആറാമത്തെ then back again. എടാ അതൊക്കെ തിരിച്ചു അത്രയും അങ്ങ് പോണ്ട കാര്യം. അവർ നല്ലൊരു സ്വഭാവത്തെയാണ് കാണിക്കുന്നത്, അത് അവന്റെ സന്തോഷത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ നല്ലൊരു സ്വഭാവത്തെ കുറിച്ചാണ് നമുക്കിവിടെ പറയേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് പറയാൻ പറ്റും? He paused beside her and whispered low, I will help you across if you wish to go. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാന് പോണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. അതാണ് നല്ലൊരു സ്വഭാവത്തിന്റെ ആ ഒരു സിംബൽ എന്ന് പറയുന്നത്. അടുത്തത് the boy's concern for his
ഓൺ മദർ. അവന്റെ അമ്മയെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞ കവി എന്നുള്ള ആ ഒരു ഇത്. അപ്പൊ അവന്റെ അമ്മയെ കുറിച്ചുള്ള ആ ഒരു ചിന്ത അതിവിടെ എവിടെയാ പറയുന്നത്? And I hope some fellow will. ഞാൻ പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും എന്റെ അമ്മയ്ക്കും ഒരു കൈ കൊടുക്കും നാളെ കാലത്ത് എന്ന് ആവശ്യപ്പെടുന്നു. The old woman's love for the boy. ആൻഡ് വിട്ട് ജോയ് വരെ ഏതാടാ? ഏറ്റവും അവസാനത്ത് ആൻഡ് സംബഡീസ് മദർ. ഓക്കെ, അവസാനത്തത്. റൈറ്റ്. അപ്പൊ അതിന് ഇത് അത്രയും വേണം. നമുക്ക് ഇത് മൂന്നാമത്തെ വരി മതി. In her home that night and the prayer she said was, God be kind to the noble boy who is somebody's son and cried out. അത് ഇനി അപ്പൊ അടുത്തിന് നമുക്ക് പഠിക്കാനുള്ളത് അലിട്രേഷനും അതുപോലുള്ള കുറച്ച് ഗ്രാമർ പോർഷനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് തൊട്ട് അടുത്ത ക്ലാസ്സിൽ